ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വായനാ ദിനവുമായി ബന്ധപ്പെട്ട പുതിയ ചോദ്യങ്ങളുമായാണ് വന്നിരിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വരുന്ന മത്സരത്തിൽ നിങ്ങൾക്കും ഫസ്റ്റ് നേടാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ആൻസർ 1996 ജൂൺ 19. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? ആൻസർ PN പണിക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 3, മലയാള ഭാഷയുടെ പിതാവ് ആര്? ആൻസർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ക്വസ്റ്റ്യൻ നമ്പർ 4, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ സന്ദേശമാണ്? ആൻസർ PN പണിക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 5, കേരളത്തിൽ വായനാ വാരം ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ജൂൺ 19 മുതൽ 25 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 6, കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ AR രാജരാജവർമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 7, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആരുടെ നോവലാണ്? ആൻസർ M മുകുന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 8, കാവ്യനർത്തിനി എന്ന കവിത എഴുതിയതാര്? ആൻസർ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ക്വസ്റ്റ്യൻ നമ്പർ 9, സിനിമയാക്കിയ ആദ്യ നോവൽ? ആൻസർ മാർത്താണ്ഡവർമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 10, ഭാരത പര്യടനം എന്ന നിരൂപണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ആൻസർ കുട്ടിക്കൃഷ്ണ മാരാർ. ക്വസ്റ്റ്യൻ നമ്പർ 11, നളചരിതം ആട്ടക്കഥയുടെ കർത്താവ്? ആൻസർ ഉണ്ണായി വാര്യർ. നമ്പർ 12, മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം? ആൻസർ വർത്തമാന പുസ്തകം. നമ്പർ 13, ദേശീയ വായനാ ദിനമായി ജൂൺ 19 അംഗീകരിച്ച വർഷം? ആൻസർ 1996. ക്വസ്റ്റ്യൻ നമ്പർ 14, PN പണിക്കർ ജനിച്ചത് എന്ന്? ആൻസർ 1909 മാർച്ച് 1. ക്വസ്റ്റ്യൻ നമ്പർ 15, PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര്? ആൻസർ സനാതനധർമ്മം. ക്വസ്റ്റ്യൻ നമ്പർ 16, കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ PN പണിക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 17, ചെമ്മീൻ, കയർ എന്നീ നോവലുകൾ എഴുതിയതാര്? ആൻസർ തകഴി ശിവശങ്കരപിള്ള. ക്വസ്റ്റ്യൻ നമ്പർ 18, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ? ആൻസർ അവകാശികൾ. ക്വസ്റ്റ്യൻ നമ്പർ 19, ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ആൻസർ ജ്ഞാനപീഠം. ക്വസ്റ്റ്യൻ നമ്പർ 20, കേരള ഗ്രന്ഥശാല സംഘം രൂപീകൃതമായ വർഷം? ആൻസർ 1945 സെപ്റ്റംബർ 14. ക്വസ്റ്റ്യൻ നമ്പർ 21, മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം? ആൻസർ 2013. ക്വസ്റ്റ്യൻ നമ്പർ 22, മലയാളത്തിലെ ആദ്യ ദിനപത്രം? ആൻസർ ദീപിക. ക്വസ്റ്റ്യൻ നമ്പർ 23, എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത? ആൻസർ ബാലാമണി അമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 24, യുനെസ്കോയുടെ സാഹിത്യ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം? ആൻസർ കോഴിക്കോട്. ക്വസ്റ്റ്യൻ നമ്പർ 25, മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര്? ആൻസർ കുമാരനാശാൻ. ക്വസ്റ്റ്യൻ നമ്പർ 26, PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ആൻസർ 2004 ജൂൺ 19. ക്വസ്റ്റ്യൻ നമ്പർ 27, കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? ആൻസർ തൃശ്ശൂർ. ക്വസ്റ്റ്യൻ നമ്പർ 28, ഖസാക്കിൻ്റെ ഇതിഹാസം ആരുടെ രചനയാണ്?
ആൻസർ ഒ വി വിജയൻ. ക്വസ്റ്റ്യൻ നമ്പർ 29. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികൾ? ആൻസർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ക്വസ്റ്റ്യൻ നമ്പർ 30. നളചരിതം ആട്ടക്കഥയുടെ കർത്താവ്? ആൻസർ ഉണ്ണായി വാര്യർ. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായ പുതിയ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.